വിശ്വാസ സംരക്ഷണവും ശബരിമലയും മുന്നിൽ കണ്ടാണ് കേരളത്തിൽ ബിജെപി തെരഞ്ഞെടുപ്പിന് കച്ചമുറുക്കിയത്. പക്ഷേ ഇടയ്ക്ക് വന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഇടപെടൽ ഈ സാധ്യതകളെ പിന്നോട്ടടിച്ചു. എന്നാൽ ഇന്നലെ വിശ്വാസം സംരക്ഷിക്കപ്പെടുമെന്ന് സാക്ഷാൽ നരേന്ദ്രമോദി തന്നെ പൊതുസമ്മേളനത്തിൽ പറയാതെ പറഞ്ഞു. സംസ്ഥാന അധ്യക്ഷൻ ശ്രീധരൻപിള്ള ശബരിമല വിഷയം തെരഞ്ഞെടുപ്പിൽ പ്രചാരണ വിഷയമാക്കുമെന്നും ഇത് തടയാൻ ആർക്ക് കഴിയുമെന്നും അദ്ദേഹം വെല്ലുവിളിച്ചു. ഇന്ന് ന്യൂസ് 18 പൊതുവേദി ഉന്നയിക്കുന്ന ചോദ്യവും ഇത് തന്നെയാണ്. വിശ്വാസ സംരക്ഷണം ബിജെപിക്ക് വോട്ട് കൂട്ടുമോ? ഈ വിഷയത്തിൽ പ്രേക്ഷകർക്ക് ഇപ്പോൾ മുതൽ പ്രതികരിക്കാം. വിളിക്കേണ്ട നമ്പർ ഇതാണ് 0471661588. വിഷ്ണു ചേരുകയാണ്. വിഷ്ണു പറഞ്ഞോളൂ, ഈ വിശ്വാസ സംരക്ഷണവും ശബരിമല വിഷയമടക്കം ഉന്നയിക്കുന്നത് ബിജെപിക്ക് എത്രത്തോളം ഗുണം ചെയ്യുമെന്നാണ് കരുതുന്നത്? ദിവ്യ, ഇതിനകത്ത് പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിജെപിയെ സഹായിക്കാൻ വേണ്ടിയാണ് CPM ശരിക്കും പറഞ്ഞ ഈ അജണ്ട കൊണ്ടുവന്നത് തന്നെ. പക്ഷെ സംഭവം എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റിനകത്ത് വരുന്ന ഇലക്ഷനകത്ത് കോൺഗ്രസിനെ പിന്തള്ളി CPM-ഉം BJP-യും മാറി മാറി ഭരിക്കുക എന്നുള്ള ഒരു സ്വപ്നത്തിലാണ് കൊണ്ടുവന്നത്. പക്ഷെ ഈ ഇലക്ഷനിൽ വരാൻ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ CPM-ന്റെ ബേസ് എന്ന് പറഞ്ഞാൽ വോട്ടേഴ്സ് ഹിന്ദുസ് ആണ്. 89% ഓഫ് വോട്ടേഴ്സ് ഓഫ് CPM ആർ ഹിന്ദുസ്. അപ്പോൾ വരാൻ നേരത്ത് ഓട്ടോമാറ്റിക്കായിട്ട് ഗുണം വരാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ഇപ്പം നിഷ്പക്ഷരായിട്ട് നിന്ന ഹിന്ദുക്കളാണെങ്കിൽ അവരാലോചിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് വൃത്തികേടൊന്നും കാണിക്കാത്ത കോൺഗ്രസിന് വോട്ട് പോകും. BJP-യുടെ വോട്ട് കൂടുന്നത് കൊണ്ട് CPM-ന്റെ ബേസ് കുറയത്തേ ഉള്ളൂ. അപ്പം ഈ വോട്ട് കൂടും, നിങ്ങളുടെ ആപ്റ്റാണ്, കറക്റ്റാണ്, ആ ടോപ്പിക്ക് കറക്റ്റായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. വോട്ട് കൂടും BJP-ക്ക്, പക്ഷേ ഇറ്റ് ഗോയിങ് ടു എഫക്ട് CPM. ശരി, നന്ദി വിഷ്ണു. പ്രതികരിച്ചതിന് തൃപ്പൂണിത്തുറയിൽ നിന്ന് സന്തോഷ് എന്ന പ്രേക്ഷകൻ ചേരുന്നു. സന്തോഷ്, എന്താണ് കരുതുന്നത്? ശബരിമല വിഷയവും വിശ്വാസ സംരക്ഷണവും ഒക്കെ ഉന്നയിച്ച പ്രചാരണ രംഗം കൊഴുപ്പിക്കുമ്പോൾ അത് അത്രത്തോളം തന്നെ BJP-ക്ക് വോട്ട് കൂട്ടാനും സഹായിക്കുമെന്ന് കരുതുന്നുണ്ടോ? അല്ല മാഡം, അത് ശരിക്കും BJP-ക്ക് വോട്ട് കൂട്ടുക മാത്രമല്ല സീറ്റും വർദ്ധിപ്പിക്കും. കാരണം എന്താ അറിയോ, ഇത് ഒരു വിഭാഗം ജനങ്ങളുടെ ഒരു വിശ്വാസത്തിന്റെ മാനസികമായിട്ട് അവരെ മാനസിക വ്രണം സംഭവിച്ചൊരു വിഷയം കൂടിയാണ്. പിന്നെ ഇതേപോലെ തന്നെ ഇവർ പറയുന്നുണ്ടല്ലോ, ഇവര് സ്ത്രീ നവോത്ഥാനത്തിന് വേണ്ടി അല്ലെങ്കിൽ കേരളത്തിൽ നവോത്ഥാനത്തിന് വേണ്ടി മധുര പിടിച്ചു, സ്ത്രീ സംസത്തിന്, അത് ആ വിഷയം ഇവർക്ക് ഉന്നയിക്കാമല്ലോ. കാരണം അവർ CPM ചെയ്തത് ശരിയാണെങ്കിൽ അവർക്ക് അത് ഉന്നയിച്ച് ജനങ്ങളുടെ ഇടയിൽ വോട്ട് പിടിക്കാം. പിന്നെ അത് മാത്രമല്ല, ഇവിടെ സംഭവിക്കുന്നത് ജനങ്ങളും അടുത്തു. കാരണം ഈ കോൺഗ്രസിന്റെ ഭാഗത്തുനിന്ന് തന്നെയാണെങ്കിൽ കോൺഗ്രസിന് നേതൃത്വമില്ല. ഇപ്പൊ നമ്മൾ രാഹുൽ ഗാന്ധി എന്നും കൊണ്ട് ചാനലുകളെല്ലാം ബൂസ്റ്റ് ചെയ്തിട്ട് കാലം ഒരു വാർഡ് പോലും ഭരിക്കാനുള്ള കപ്പാസിറ്റി ഉണ്ടെന്ന് തോന്നാനുള്ള അദ്ദേഹത്തിന്. കാരണം അദ്ദേഹത്തിന്റെ പെരുമാറ്റവും ശരീരഭാഷയെല്ലാം ശരിക്കും ഒരു ലീഡറുടെ ഇതിലെത്തിയിട്ടില്ല അദ്ദേഹം. കാരണം അദ്ദേഹത്തിന് അതിനുള്ള കപ്പാസിറ്റി കുറവാണ്. പിന്നെ ഇതിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഇത് വരുന്നില്ല. കാരണം BJP എന്ന് പറഞ്ഞാൽ പാർട്ടി അവര് ഈ ശബരിമല ഉന്നയിക്കുന്നതിന് അവരുടെ തെരഞ്ഞെടുപ്പ് മാനിഫെസ്റ്റോയിൽ ഉൾപ്പെടുത്തിയിരിക്കണം. മാനിഫെസ്റ്റോ ഉപയോഗിച്ചാണല്ലോ ഏത് രാഷ്ട്രീയ പാർട്ടികളും തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. അതിനെ തടയണമെങ്കിൽ ഇലക്ഷൻ കമ്മീഷൻ ഇവിടെയുള്ള മീണ വിചാരിച്ചിട്ട് മീണ ശരിക്കും രാഷ്ട്രീയം കളിക്കുന്നത് ഇവിടെ കേരളത്തില്. CPM-ന് അനുകൂലമായിട്ട് മാത്രം കളിക്കുന്നത്. അപ്പൊ അത് ഇലക്ഷൻ കമ്മീഷനാണ്. ഇതിന്റെ മുകളിൽ വേറെ ഡൽഹിയിൽ അവരിയ്ക്കുന്നുണ്ട്. അവര് ശരിക്കും മെയിനായിട്ടുള്ള ഇലക്ഷൻ കമ്മീഷണറാണ് തടയേണ്ടത്. അവർ ഇതുവരെ മാനിഫെസ്റ്റോ തടഞ്ഞിട്ടില്ല. ആ സ്ഥിതിക്ക് ഇത് നിയമപരമായിട്ട് ഒരിക്കലും ഇദ്ദേഹം വിചാരിച്ച് നിൽക്കില്ല. ഈ ശബരിമല വിഷയം ജനങ്ങളുടെ ഇടയിൽ ശരിക്കും പ്രതികരിച്ചതിന് ചെന്നൈയിൽ നിന്ന് അരുൺ എന്ന പ്രേക്ഷകൻ ചേരുന്നു. അരുൺ, നേരത്തെ തന്നെ BJP കച്ച കിട്ടിയത് ശബരിമല വിഷയം അടക്കം പ്രചാരണ രംഗത്ത് ഉന്നയിച്ച് വോട്ട് നേടാമെന്നതായിരുന്നു. പക്ഷേ ഇടയ്ക്ക് വന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർദ്ദേശമായിരുന്നു അവരെ ഒന്ന് പിന്നോട്ടടിച്ചത്. പക്ഷേ ഇപ്പോൾ വീണ്ടും ഇന്നലെ അടക്കം ശ്രീധരൻപിള്ള വെല്ലുവിളിച്ച കാര്യം ഇതാണ്. ശബരിമല വിഷയം ഉന്നയിച്ചാൽ അത് തടയാൻ ആർക്ക് കഴിയുമെന്നാണ് അദ്ദേഹം ചോദിച്ചത്. ഈ വിശ്വാസ സംരക്ഷണം ഉന്നയിക്കുന്നത് BJP-ക്ക് എത്രത്തോളം വോട്ട് കൂട്ടാൻ സഹായിക്കും? ഇലക്ഷൻ കമ്മീഷനെ അവർ മതിക്കുന്നില്ല, അവരെ ഇലക്ഷൻ കമ്മീഷനെ അനുസരിക്കുന്നില്ല എന്നുള്ളതാണ് ഇന്നത്തെ ആ ശ്രീധരൻപിള്ളയുടെ സംസാരത്തിൽ നിന്ന് മനസ്സിലാവുന്നത്. ഒന്ന്. രണ്ടാമതൊന്ന്, നരേന്ദ്രമോദിയുടെ പ്രസൻസിൽ, ഒരു ഇന്ത്യയുടെ പ്രധാനമന്ത്രിയുടെ പ്രസൻസിലാണ് ഇന്നലെ ശ്രീധരൻപിള്ള അത് സംസാരിച്ചിരിക്കുന്നത്. മൂന്നാമത് വന്ന് ഇവർ വന്ന് മതത്തിന്റെ പേര് പറഞ്ഞും അല്ലെങ്കിൽ കേരളത്തിലെ വിശ്വാസികളുടെ കൂടെ ഞങ്ങളാന്ന് പറഞ്ഞിട്ട് ഇവരെങ്ങനെയെങ്കിലും വോട്ട് കുറച്ച് പിടിക്കുമെന്നുള്ളതെ ഇവർ കേരളത്തിലൊന്നും ഒരു സീറ്റും പിടിക്കാൻ പോകുന്നില്ല. കാരണം കേരളത്തിലെ പ്രബുദ്ധരായ ജനങ്ങള് അവരിതൊക്കെ കണ്ടും കേട്ടും വളരെ വ്യക്തമായിട്ടാണ് അവർ കേരളത്തിൽ ഓരോരുത്തർക്കും വോട്ട് ചെയ്യാൻ പോകുന്നത്. BJP-ക്ക് വോട്ടിന്റെ എണ്ണം കൂടുമായിരിക്കും. പക്ഷെങ്കിൽ BJP ജയിക്കുമെന്നൊക്കെയുള്ള അവരുടെ സ്വപ്നങ്ങൾ മാത്രമേ. കാരണം ഇവർ വിശ്വാസത്തെ സംരക്ഷിക്കുമെന്ന് പറയുന്നത് എനിക്ക് ഇതിന്റെ മുഖ്യമായ ഒരു അഭിപ്രായം ഞാൻ പറയാം. എന്റെ കണ്ണുനശ്ശി കണ്ടൊരു കാര്യമാണ്. സുരേന്ദ്രൻ എന്ന നേതാവ് അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കി. ഈ പ്രശ്നങ്ങൾ നടക്കുമ്പോൾ ശബരിമല പോകുന്ന ഒരു വിശ്വാസിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, അയ്യപ്പനെ കാണാൻ പോകുന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അടയാളമാണ് ഇരുമുടിക്കെട്ട് എന്ന് പറയുന്നത്. അത് അത്രയും പുണ്യവും പരിമാണവും ഉള്ളതാണ്. ആ സാധനം തലയെ വെച്ചിട്ട് തലേന്ന് പുള്ളി അത് താഴെയിട്ട് ചവിട്ടുന്നത്
ഞാൻ കേരളത്തിലെ പിന്നെ BJP-ക്കാരോട് ഉള്ള സഹോദരങ്ങളോടുകൂടെ തന്നെ ചോദിക്കുക, വിശ്വാസത്തെ സംരക്ഷിക്കുന്ന ഒരു വ്യക്തി പോലും ആ ഒരു പ്രവൃത്തി കാണിക്കത്തില്ല. ശരി, നന്ദി. അരുൺ പ്രതികരിച്ചതിന് പാലക്കാട് നിന്ന് രാജീവ് എന്ന പ്രശ്നം ചേർന്നു. രാജീവ് പറഞ്ഞോളൂ, എന്താണ് അഭിപ്രായം? ശബരിമല വിഷയം ഉന്നയിക്കുന്നത് BJP-ക്ക് എത്രത്തോളം വോട്ട് കൂട്ടാൻ സഹായിക്കും? മുൻപിൽ സംസാരിച്ച വ്യക്തി ഉണ്ടല്ലോ, ആൾക്ക് സത്യത്തില് കാര്യം എന്താണെന്ന് ഇതുവരെ പിടിയിട്ടില്ല. ശബരിമല വിഷയം എന്താന്ന് ആള് നേരിട്ടൊന്ന് കാണുകയാണെങ്കിൽ അത് പറഞ്ഞു കൊടുക്കായിരുന്നു ഒന്ന്. പിന്നെ ഈ ശബരിമല വിഷയം BJP-യുടെ അജണ്ടയിലുള്ളതാണ്. പത്രിക ഇറക്കിയപ്പോൾ അത് ശബരിമല വിഷയം ഒരു വിഷയമായിട്ട് തന്നെ എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് പിന്നെ ഇവിടെ സംസാരിക്കുന്നതുകൊണ്ട് അതിന് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നാണ് വിചാരിക്കുന്നത്. ശരി, നന്ദി രാജീവ് പ്രതികരിച്ചതിന്. ബാലരാമപുരത്ത് നിന്ന് ശിവദാസൻ ചേരുന്നു. ശിവദാസൻ, വിശ്വാസ സംരക്ഷണം എന്നുള്ളത് BJP-യുടെ മാനിഫെസ്റ്റോയിൽ തന്നെ പറയുന്ന കാര്യമാണ്. ഇന്നലെ മോദി പറയാതെ പറഞ്ഞെങ്കിലും ശ്രീധരൻപിള്ള അത് തുറന്നു പറയുക തന്നെ ചെയ്യും. പ്രചാരണ രംഗത്ത് ശബരിമല വിഷയം അല്ലെങ്കിൽ വിശ്വാസ സംരക്ഷണം എടുത്തുന്നയിക്കുമെന്നും അതിലൂടെ വോട്ട് നേടാമെന്നുമാണ് അവർ ലക്ഷ്യമിടുന്നത്. അത് എത്രത്തോളം ഫലപ്രാപ്തിയിൽ എത്തുമെന്നാണ് കരുതുന്നത്? ഈ വിശ്വാസ സംരക്ഷണം BJP-ക്ക് വോട്ട് കൂട്ടാൻ സഹായിക്കുമോ? വിശ്വാസ സംരക്ഷണം എന്നുള്ള കാര്യത്തിൽ 100% BJP വോട്ട് കിട്ടും എന്നാണ് വിശ്വാസം. കാരണം മനസ്സിലാക്കേണ്ട കാരണം ഇപ്പൊ ഒരു വർഷം വിളിച്ച് സംസാരിച്ചു. ഹലോ, പറഞ്ഞു ഇതുപോലെ അയ്യപ്പ സുരേന്ദ്രൻ ഇരുമുടി കെട്ട് കറയിട്ട് ചവിട്ടേണ്ടെന്ന് പറഞ്ഞു. ഏതെങ്കിലും TV മാധ്യമങ്ങൾ നിങ്ങളെ മാധ്യമത്തിൽ കാണിച്ചു കൊടുക്കണം, ഈ TV വാർത്ത കാണിച്ചു കൊടുക്കണം. ഇങ്ങനൊന്നും പറയരുത്. വിശ്വാസങ്ങള് ഹിന്ദു ആയാലും മുസ്ലിം ആയാലും ക്രിസ്ത്യാനും വിശ്വാസമുണ്ട്. ആ വിശ്വാസം ചോദ്യം ചെയ്യാൻ വന്നപ്പോഴാണ് ഈ പ്രശ്നം ഉണ്ടായത്. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം 100% BJP-ക്ക് നേട്ടം ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. ത്രിപുര ആവർത്തിക്കുന്ന പറഞ്ഞ മോദിജി പറഞ്ഞ അതേപോലെ ത്രിപുര ആവർത്തിക്കുകയും ചെയ്യും. ശരി, നന്ദി ശിവദാസൻ പ്രതികരിച്ചതിന്. ചീമേനിയിൽ നിന്ന് പ്രകാശൻ ചേരുകയാണ്. പ്രകാശൻ പറഞ്ഞോളൂ, എന്താണ് അഭിപ്രായം? ജനങ്ങൾ ഇത് ഏറ്റെടുക്കാൻ സാധ്യതയില്ല. ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് BJP എടുത്തത് ഇരട്ടത്തപ്പാണ്. പാർലമെന്റിൽ ഒരു നിയമം ഒരു ഓർഡിനൻസോ കൊണ്ടുവരാൻ വേണ്ടി അവർ ശ്രമിച്ചിട്ടില്ല. ഇപ്പോൾ വീണ്ടും പറയുകയാണ് ഇത് നമ്മൾ വിശ്വാസം സംരക്ഷിക്കുന്നു. ഇതെല്ലാം വോട്ട് മേടിക്കാനുള്ള തട്ടിപ്പാണെന്ന് ജനങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. അതുപോലെ ശബരിമലയിൽ വത്സൻ തില്ലങ്കരി ആയാലും സുരേന്ദ്രനായാലും ഗുണ്ടായിസമാണ് കാണിച്ചത്. അവിടെ ഭക്തജനങ്ങളെ തേങ്ങ എറിയാൻ എന്ന രീതിയിലും മറ്റും വളരെ 18-ാം പടിയെ അവഗണിക്കാനുമാണ് BJP-ക്കാർ ശ്രമിച്ചത്. ഇതെല്ലാം ജനങ്ങൾ നല്ലോണം പ്രാവശ്യം കണ്ടിട്ടുണ്ട്. ഇതെല്ലാം ഇടതുപക്ഷത്തിന്റെ നിലപാടാണ് ശരിയെന്ന് ജനങ്ങൾ വിധി എഴുതും. ഇടതുപക്ഷത്തിന് കേരളത്തിൽ 20 സീറ്റും കിട്ടുന്ന രീതിയിലാണ് ഇവിടെയെല്ലാം ചർച്ച ചെയ്യപ്പെടുന്നത്. അത് തന്നെ നടപ്പിലാവും. 5 വർഷം മോഡി ഭരിച്ച സാമ്പത്തിക രംഗത്ത് നോട്ട് നിരോധനം, അതുപോലെ ബീഫിന്റെ പേരിൽ ഇങ്ങനെ ജനങ്ങളെ വർഗീയതയുടെ പേരിലും മറ്റുമാണ് അവർ പീഡിപ്പിച്ചിട്ടുള്ളത്. അല്ലാതെ ഭരണത്തിൽ ജനങ്ങൾക്ക് ഉപകരിക്കുന്ന ഒരു നടപടിയും സ്വീകരിച്ചില്ല എന്ന് എല്ലാ ജനങ്ങൾക്കും അറിയാം. അതുകൊണ്ട് തന്നെയാണ് കഴിഞ്ഞ 20 വർഷമായി രാമജന്മഭൂമി ആയാലും ഇപ്പൊ ശബരിമല ആയാലും അവർക്ക് രാഷ്ട്രീയം പറയാനില്ലാത്തതുകൊണ്ടാണ് ഈ വർഗീയത കാണിക്കുന്നത്. ഇത് ജനങ്ങൾ മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കേരളത്തിൽ BJP-ക്ക് എന്നൊരു വോട്ട് കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയതാണ് കുറയാനല്ലാണ്ട് കൂടാൻ ഒരു സാധ്യതയില്ല. പ്രകാശൻ പ്രതികരിച്ചതിന്. അരുൺകുമാർ ചേരുന്നു ഇടുക്കിയിൽ നിന്ന്. അരുൺ, വിശ്വാസം സംരക്ഷിക്കുമെന്ന BJP-യുടെ വാക്ക്, ശബരിമല വിഷയം ഉന്നയിക്കുമെന്ന ശ്രീധരൻപിള്ളയുടെ വാക്ക്, ഇന്നലെ പറഞ്ഞ ആ വാക്കുകൾ, ഇതെല്ലാം എത്രത്തോളം നേട്ടമുണ്ടാക്കി കൊടുക്കും BJP-ക്ക്? നേട്ടമുണ്ടാക്കി കൊടുക്കുമെന്ന് ചോദിച്ചാൽ അത് വിശ്വാസം ഇതുമായിട്ട് കൂട്ടിക്കൊടുക്കേണ്ടതായില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്ന് വെച്ചാൽ അതൊക്കെ ഒരു നമ്മുടെ സംസ്കാരമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നതാണല്ലോ. അപ്പൊ നമ്മുടെ വോട്ടും ഇലക്ഷനും ഇതൊക്കെ വന്നിരിക്കുന്നു പറഞ്ഞാൽ ഇത് വെളി രാജ്യത്തു നിന്ന് വന്നിട്ടുള്ള നമ്മളിവിടെ അനുകരിക്കുക മാത്രമേ ചെയ്തിട്ടുള്ളൂ. അപ്പൊ യഥാർത്ഥം എന്താണ് എന്നൊക്കെയുള്ള നീതിന്യായം ഉണ്ടല്ലോ. അപ്പൊ ലോകരാജ്യങ്ങളെല്ലാം അംഗീകരിക്കുന്ന രീതിയിലിട്ട് നമ്മുടെ രാജ്യത്തിലുള്ള ജനാധിപത്യം എല്ലാം സംരക്ഷിക്കപ്പെട്ട് കഴിയുമ്പോൾ അതെല്ലാം വിശ്വാസം സംരക്ഷിക്കും, എല്ലാം സംരക്ഷിക്കപ്പെടും എന്ന് തന്നെ നമ്മൾ വിശ്വസിക്കുന്നത്. ശരി, നന്ദി പ്രതികരിച്ചതിന്. രത്നകല ചേരുന്നു ആലപ്പുഴയിൽ നിന്ന്. രത്നകല, ഈ BJP ഏറ്റവും കൂടുതൽ പ്രചാരണ രംഗത്ത് ഉന്നയിക്കുന്ന വിഷയം ശബരിമല തന്നെയാണ്, വിശ്വാസ സംരക്ഷണം തന്നെയാണ്. ഈ വിഷയം ഉന്നയിക്കുന്നതിലൂടെ BJP എത്രത്തോളം നേട്ടമുണ്ടാക്കുമെന്നാണ് കരുതുന്നത്? ടെലിഫോൺ ലൈനില്ല എന്ന് കരുതുന്നു. ഗോപൻ ശരിയാണ്. ഗോപൻ പറഞ്ഞോളൂ, എന്താണ് അഭിപ്രായം? എന്റെ അഭിപ്രായം, തിരുവനന്തപുരത്ത് നിന്നാണ് ഞാൻ വിളിക്കുന്നത്. ഇവിടെ BJP-ക്ക് കടന്നു വരുവാൻ വേണ്ടിയുള്ള ഒരു പരവതാനി ഒരുക്കിയിരിക്കുകയാണ് CPM. കാരണം അതായത് വിശ്വാസികൾക്ക് എതിരായിട്ടുള്ള ഇവരുടെ പ്രവർത്തനവും പിന്നെ ദുരിതാശ്വാസം എങ്ങും എത്തിയിട്ടില്ല. ആർട്ടിഫിഷ്യൽ വെള്ളപ്പൊക്കം ഉണ്ടാക്കിയിട്ട് ഇവരെന്താണ് ചെയ്തത്? ഈ ദുരിതാശ്വാസം എവിടെ എത്തി? എന്ത് ചെയ്തു? ഇതുപോലെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് ഈ CPM ഭരണകൂടം ഇവിടെ ചെയ്യുന്നത്. അപ്പോൾ ഇതൊന്നും
ആ ജനങ്ങളുടെ കയ്യിൽ എത്തിയിട്ടില്ല. മാത്രമല്ല ഇവിടെ വിശ്വാസികളെ അടിച്ചമർത്തുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത്. അത് BJPയുടെ വരവിനെ സ്വാഗതം ചെയ്യുകയാണ് ഇവർ ചെയ്യുന്നത്, ഈ CPM ഭരണകൂടം. അതായത് ഗോപൻ പറഞ്ഞു വരുന്നത് ശബരിമല വിഷയമടക്കം തെരഞ്ഞെടുപ്പിൽ പ്രചാരണ വിഷയമാകുമ്പോൾ അത് BJPക്ക് നേട്ടമാക്കാൻ സഹായിക്കുമെന്ന് തന്നെയാണ്. അതെ, അത്ര തന്നെയാണ്. അതായത് BJPയുടെ വരവിനെ സ്വാഗതം ചെയ്യുകയാണ് ഇവർ. ശരി, നന്ദി ഗോപൻ പ്രതികരിച്ചതിന്. ശബരിമല വിഷയം തെരഞ്ഞെടുപ്പിൽ പ്രചരണ വിഷയമാക്കുമെന്നും ഇത് തടയാൻ ആർക്ക് കഴിയുമെന്നുമാണ് ഇന്നലെ ശ്രീധരൻപിള്ള പൊതുസമ്മേളനത്തിലടക്കം ഉന്നയിച്ചത്. ഷാജഹാൻ ചേരുന്നു തിരുവനന്തപുരത്ത് നിന്ന്. ഷാജഹാൻ, പറഞ്ഞോളൂ, എന്താണ് അഭിപ്രായം? ശബരിമല വിഷയം തെരഞ്ഞെടുപ്പിൽ പ്രചരണ വിഷയമാക്കുമ്പോൾ അതിലൂടെ എത്രത്തോളം നേട്ടം കൊയ്യാൻ കഴിയും BJPക്ക്? അവർക്ക് ഒരു പറഞ്ഞോളൂ ഷാജഹാൻ, കേൾക്കുന്നുണ്ടോ? ഹലോ, ടെലിഫോൺ ലൈനിൽ ചില സാങ്കേതിക പ്രശ്നങ്ങൾ. വിശ്വാസ സംരക്ഷണം BJPക്ക് എത്രത്തോളം വോട്ട് കൂട്ടാൻ സഹായിക്കുമെന്ന ചോദ്യമാണ് ഇന്ന് ന്യൂസ് 18 പൊതുവേദി ചർച്ച ചെയ്തത്. വിശ്വാസം സംരക്ഷിക്കപ്പെടുമെന്നാണ് സാക്ഷാൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ ഇന്നലെ പൊതുസമ്മേളനത്തിൽ പറയാതെ പറഞ്ഞത്. ശബരിമല വിഷയം ഉന്നയിക്കുമ്പോൾ അത് തടയാൻ ആർക്ക് കഴിയുമെന്ന് ശ്രീധരൻപിള്ളയും ചോദിക്കുന്നു. ഇതിലൂടെ BJP എത്ര നേട്ടം കൊയ്യുമെന്ന ചോദ്യത്തിൽ സമ്മിശ്ര പ്രതികരണമാണ് പ്രേക്ഷകരും പങ്കുവച്ചത്.